തീരാനോവിൽ കരൂർ. ആശുപത്രിയിൽ നെഞ്ചുലയ്ക്കുന്ന കാഴ്ച. 38 പേരെ തിരിച്ചറിഞ്ഞു. തമിഴ്നാട്ടിലെ കരൂരിൽ TVK അധ്യക്ഷൻ വിജയുടെ റാലിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരിൽ 38 പേരെ തിരിച്ചറിഞ്ഞു. ഇതിൽ 14 പേരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി തുടങ്ങി. ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് തിരിച്ചറിയാൻ ബാക്കിയുള്ളതെന്നും 111 പേരാണ് ചികിത്സയിലുള്ളതെന്നും 51 പേരാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ളതെന്നും കരൂർ ആശുപത്രി ഡീൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പരിക്കേറ്റ് ചികിത്സയിലുള്ള ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണ്. മറ്റുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ഡീൻ വ്യക്തമാക്കി. കരൂർ, നാമക്കൽ, തിരുച്ചിറപ്പള്ളി എന്നീ 3 ജില്ലകളിൽ നിന്നുള്ള ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ആംബുലൻസുകളും അടക്കം കരൂരിലെ ആശുപത്രിയിലുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കി മൃതദേഹങ്ങൾ വേഗത്തിൽ വിട്ടുകൊടുക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. വേലുച്ചാമിപുരത്ത് വിജയിനെ കാണാൻ വൻ ആളൊഴുക്കുണ്ടായി. വന്നവരിലധികവും കോളേജ് വിദ്യാർത്ഥികളാണ്. വിജയുടെ കരൂരിലെ റാലിയിലുണ്ടായ മഹാദുരന്തത്തിന്റെ നടുക്കത്തിലാണ് തമിഴ്നാട്. 9 കുട്ടികളടക്കം 39 പേരുടെ ജീവനെടുത്ത അപകടത്തിൽ ഞെട്ടലിലാണ് കരൂർ. ദുരന്ത ഭൂമിയായി മാറിയ കരൂരിലെ റാലി നടന്ന സ്ഥലത്ത് ചെരുപ്പുകളടക്കം കുന്നുകൂടി കിടക്കുകയാണ്. ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന നടക്കുന്ന കാഴ്ചകളാണ് വേലുച്ചാമിപുരത്തുള്ളത്. വേലുച്ചാമിപുരത്ത് വിജയെ കാണാൻ വൻ ആളൊഴുക്കുണ്ടായെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. പലരും ഇന്നലെ ഉച്ചയോടെ തന്നെ സ്ഥലത്ത് വന്ന് കാത്തുനിന്നു. റാലിക്കായി എത്തിയവരിൽ കൂടുതലും കോളേജ് വിദ്യാർത്ഥികളായിരുന്നു. സ്ഥലം നഷ്ടപ്പെടുമെന്ന പേടിയിൽ ആരും ഭക്ഷണം കഴിക്കാൻ പോയില്ല. എന്നാൽ വിജയുടെ വരവ് വൈകിയതോടെ വിജയ് ഉള്ളിടത്തേക്ക് ആൾക്കൂട്ടം നീങ്ങാൻ നോക്കി. ഇതാണ് തിക്കിലും തിരക്കിലും കലാശിച്ചതും വൻ ദുരന്തത്തിലേക്ക് നയിച്ചതും. അപകടമുണ്ടായ ശേഷം സംഭവ സ്ഥലത്ത് തന്നെയുള്ള അക്ഷയ ആശുപത്രിയിലാണ് ആദ്യം ആളുകളെ എത്തിച്ചത്. ആശുപത്രി പരിസരത്തടക്കം വിജയെ കാണാൻ എത്തിയവരാൽ തിങ്ങി നിറഞ്ഞിരുന്നു. അപകടം നടന്നപ്പോൾ ആളുകളെ തോളിലെടുത്താണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നും കൊണ്ടുവന്നവരിൽ പകുതിയിലധികവും മരിച്ചിരുന്നുവെന്നും ആശുപത്രി ജീവനക്കാരൻ പറഞ്ഞു. അതേസമയം മരിച്ചവരുടെ കുടുംബത്തിന് അടിയന്തര സഹായവുമായി തമിഴ്നാട് സർക്കാർ 10 ലക്ഷം രൂപ പ്രഖ്യാപിച്ചു. കരൂർ റൗണ്ടിലായിരുന്നു വിജയ് പരിപാടി നടത്താൻ ആദ്യം അനുമതി തേടിയത്. എന്നാൽ അവിടെ സൗകര്യമില്ലെന്ന് പറഞ്ഞാണ് പോലീസ് അനുമതി നിഷേധിച്ചതെന്നാണ് പറയുന്നത്.